ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പനീർ കൊണ്ടുള്ള ഒരു ഉഗ്രൻ റെസിപ്പിയാണ്. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം വരൂ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് 1 കിലോ പനീറുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടണം. പിന്നീട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി വേണ്ടത് 1 ടീസ്പൂൺ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്താൽ മതിയേ. ചിലപ്പോൾ സ്പൂണിട്ട് മിക്സ് ചെയ്താൽ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് വെച്ചേക്കണം. പൊടി കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് ഇങ്ങനെ വയ്ക്കാം. ഞാൻ പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന നമുക്ക് ആ പനീറൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇത് എടുക്കാം. ഒരുപാടൊന്നും ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഓരോന്നോരോന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഇതെടുക്കാം. ഏകദേശമായിട്ടുണ്ട്. ഞാൻ ഒരു സൈഡായപ്പോൾ അടുത്ത സൈഡ് തിരിച്ച് കൊടുത്തായിരുന്നു. അങ്ങനെ കൊടുത്ത് നമുക്ക് ഇനി ഇത് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞത്, നമ്മൾ ചില്ലി ചിക്കനൊക്കെ അരിയുന്ന പോലെ ഇതുണ്ടോ, ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അതിനുശേഷം നമുക്കിത് എടുക്കാം. ഞാനെല്ലാം 1 കിലോ പനീറിൻ്റെ കണക്കിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതിലും കുറവാണുള്ളതെങ്കിൽ അതനുസരിച്ച് എല്ലാം കുറച്ച് ഉപയോഗിച്ചാലും മതി. ഇതിന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം എല്ലാം ഒന്ന് നിരത്തിയിടുക. ഹൈ ഫ്ലെയിം തന്നെ ഇരുന്നോട്ടെ, ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് വടിയാൽ മതി. അതിനുശേഷം നമുക്കിത് എടുക്കാം. ഇത് ആയിട്ടുണ്ട്. ഞാനിത് എടുക്കുവാണേ. ഇനി അതിലേക്ക് ഞാൻ ഒരു 2 സബോള അതുപോലെ തന്നെ അരിഞ്ഞത്, അതായത് ക്യാപ്സിക്കം അരിഞ്ഞ മോഡലിൽ തന്നെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഒരുപാട് ഫ്രൈ ഒന്നും ആണ്ട് ജസ്റ്റ് ഒന്ന് വടിയാൽ മതി. ഇതെല്ലാം നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല. ഇതും ആയിട്ടുണ്ട്. ഇത് ഞാൻ എടുക്കുവാണേ. ഒരു 1-2 മിനിറ്റ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എല്ലാം മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 4 ഏലക്ക ചേർക്കുക, 4 ഗ്രാമ്പൂ ചേർക്കുക. പിന്നീട് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളകാണ്. കുരുമുളക് പൊടിയല്ല, മുഴുവനേ ഉള്ള കുരുമുളകാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം മൂത്ത് ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് നമുക്ക് 2 സബോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 നുള്ള് ഉപ്പും കൂടി ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. 3 തക്കാളി അരിഞ്ഞെടുത്തത്. എങ്ങനെ വേണേലും അരിയാം, ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണേലും അരിയാം. കാരണം ഇതൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല. ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഈ തക്കാളിയെല്ലാം നന്നായി സോഫ്റ്റായിട്ട് വരണം. ഞാൻ 1 കിലോ പനീർ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് എല്ലാ എമൗണ്ടും ഇത്ര ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ അത്രയും പനീർ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇതിൻ്റെ പകുതി കുറച്ചാൽ മതിയായിരിക്കും. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തുറന്നു. ഇതിനകത്ത് നമുക്ക് നോക്കാം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ഒരു ചീനിച്ചട്ടി വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അത് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ 3 കറിവേപ്പില ഇട്ട് കൊടുക്കുക.
ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നീട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ഇത് എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഗ്രേവിയുടെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് നമ്മൾ നേരത്തെ ഒന്ന് ഇട്ടിരുന്നതാണ്, അതുകൊണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഉപ്പിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണ തെളിയാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വെക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതാ എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 7 കാഷ്യൂ നട്ട്സാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി ഫ്രൈ ചെയ്ത് വെച്ച ക്യാപ്സിക്കം, സബോള ഇട്ട് കൊടുക്കാം. നമുക്ക് 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. 1 മിനിറ്റിന് ശേഷം ഞാൻ ഇത് തുറന്നു. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തു. ലാസ്റ്റായിട്ട് നമുക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർക്കാം. അതോടുകൂടി നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് കൂട്ടിയിട്ട് നമുക്ക് ചപ്പാത്തി, നാനൊക്കെ കഴിക്കാൻ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. വെജിറ്റേറിയൻസിന് വേണ്ടിയുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ, താങ്ക് യു.